ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. 2 മാസത്തെ ഇളവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വ്ളോഗ് ഇട്ടേക്കുക കേട്ടോ. ആദ്യം 2 വ്ളോഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ 2-3 മന്ത്സ് ഒരു ഗ്യാപ്പ് എടുത്തു കേട്ടോ. ആ ടൈമിൽ നമ്മുടെ ഈ തണുപ്പ് സീസണൊക്കെ ആയിരുന്നുകൊണ്ട് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എക്സാം ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് യുദ്ധം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇപ്പോഴും യുദ്ധം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അതിൻ്റെ ഇടയ്ക്കാണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഇന്നത്തെ ഈ വ്ളോഗെന്ന് പറയുന്നത് ഐക്യയിലോട്ട് പോവുക കേട്ടോ ഞങ്ങൾ. അപ്പോൾ അവിടുത്തെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഒരു 8 ഇയേഴ്സ് ബാക്കാണ് ഞാനും ഹസ്ബൻഡും ഇവിടെ കുവൈറ്റ് ഐക്യയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അന്നേരം കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ വീണ്ടും കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ എന്തുകൊണ്ടൊരു വ്ളോഗ് എടുത്തുകൂടാ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇപ്പോൾ ഐക്യയിൽ പോകുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം, ഇവിടെ ഇപ്പോൾ വാറാണ്. അപ്പോൾ സ്കൂളെല്ലാം ഓൺലൈൻ സ്വിച്ച് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ 2 പേർക്കും സെയിം ടൈമാണ്. ഈവനിങ് 5:30 to 8 o'clock ഓൺലൈൻ ക്ലാസ് വരുന്നത്. അന്നേരം 2 പേരും ഡിഫറെൻറ്റ് റൂമിൽ 2 റൂമിലായിട്ട് ഇരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്റ്റഡി ടേബിൾ തന്നെ ഞങ്ങളുടെ ഷോപ്പിംഗ് കേട്ടോ. സ്റ്റഡി ടേബിൾ ഓൾറെഡി ഒരെണ്ണം ഉണ്ട്, പിന്നെ ഒരാൾക്കും കൂടെ വേണ്ടിയിട്ട് നമ്മളിപ്പം ഐക്യയിലോട്ട് പോകുന്നത്. ഇവിടെ സെക്കൻഡ് ഹാൻഡൊക്കെ കിട്ടും, ബട്ട് നല്ലത് നോക്കിയെടുക്കാം. നമുക്ക് ഇവർക്ക് ഡ്രോയിങ്ങും എല്ലാം ചെയ്യണമല്ലോ. 3-4 പേർക്കും കൂടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ടേബിൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ ഐക്യയെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ, നല്ല ക്വാളിറ്റി സാധനങ്ങൾ മാത്രം കിട്ടുന്നൊരു ഷോപ്പാണ് കേട്ടോ. നമ്മൾ കുറച്ച് റേറ്റ്, ഒരുപാട് റേറ്റ് കൂടുതലൊന്നും എനിക്ക് തോന്നിയില്ല. നമുക്ക് എല്ലാ റേറ്റിനും നമുക്ക് പറ്റുന്ന ടൈപ്പിന് നമുക്ക് സാധനം എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയാണ്, ഇവിടുത്തെ ക്വാളിറ്റിയാണ് മെയിനായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്. നമുക്ക് ഹോമിന് വേണ്ടിയിട്ട് എല്ലാം മോസ്റ്റ് A to Z സാധനങ്ങളും നമുക്ക് ഐക്യയിൽ വന്നു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാൻ പറ്റുമേ. പിന്നെ എനിക്ക് ഇവിടുന്ന് വ്ളോഗ് നേരെ എനിക്ക് സത്യം പറഞ്ഞെടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഇവിടെ കുവൈറ്റീസ് വരുന്ന പ്ലേസാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതിന് അവർക്ക് അത്ര താല്പര്യമുള്ളതല്ല. അവരുടെ ഫേസ് കാണിക്കാനൊക്കെ അവർ കണ്ടുപോകുമോ എന്നുള്ള പേടിയിലൊക്കെയാണ് അവരിങ്ങനെ നോക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ കൂടുതലും ഫ്ലോറിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിപ്പോൾ എൻ്റെ ഈ വ്ളോഗ്. എന്നാലും പറ്റുന്നത്ര ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ ചെയർ മേടിക്കുന്നില്ല, ഈ ഒരു ടേബിളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. കുട്ടികൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ചെയർ ഇപ്പോൾ എടുക്കുന്നില്ല. ചെയർ വേണ്ടാന്ന് വിചാരിച്ചു, ഓൾറെഡി ഉണ്ടല്ലോ നമുക്ക്, അതുകൊണ്ട് ഇപ്പോൾ വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ ഇതിപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ തന്നെ 1 day കഴിഞ്ഞിട്ടേ അവർ വന്ന് ഇൻസ്റ്റലേഷനൊക്കെ ചെയ്യത്തുള്ളൂ കേട്ടോ. ഇതാണ് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ടേബിള്. 2 പേർക്കല്ല 4 പേർക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിൾ തന്നെയാണ്. അതും 2 ഡ്രോയറും കൂടെ വരുന്ന ടൈപ്പാണ്. പിന്നെ ഐക്യയിൽ എല്ലാം നമുക്കിങ്ങനെ ഒരു ഹോമിൽ എവിടെയൊക്കെയാണ് ഫിക്സ് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ഡെമോ ആയിട്ട് എല്ലാം അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഈസിയാണ്. ഇന്ന് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും, ഈ കോർണറിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നൊക്കെ നമുക്ക് അത് കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് അത് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്റ്റീലിൻ്റെ ആയാലും വുഡിൻ്റെ ആയാലും എല്ലാ ടൈപ്പ് ഫർണിച്ചറും ഇവിടുന്ന് കിട്ടും കേട്ടോ. ഈ നമ്മുടെ വെസൽസ്, കിച്ചൺ അപ്ലയൻസസ് ആയാലും വെസൽസൊക്കെ സ്റ്റീല്, സെറാമിക്, എന്ത് അടിപൊളി സാധനങ്ങളാണ് എടുക്കാൻ പറ്റുന്നത്. ഞാൻ ആ സൈഡിൽ പോയി വ്ളോഗ് എടുത്തായിരുന്നു, ബട്ട് എനിക്കത് ഇടാൻ പറ്റത്തില്ല കേട്ടോ. അവിടെ നിന്ന് കുറേ കുവൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു ആ സൈഡിൽ, കിച്ചണിൻ്റെ സാധനങ്ങളൊക്കെ എടുക്കുന്ന സൈഡിലെ. അന്നേരം എനിക്കത് നേരെ ഷോ എടുക്കാനും പറ്റിയില്ല. ഞാനത് വേണ്ടാന്ന് വിചാരിച്ചു. അവിടെ നിന്ന് കുറച്ച് പ്ലേറ്റും ഇവർക്ക് കപ്പും കാര്യങ്ങളൊക്കെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഫ്ലവേഴ്സ്, ഹോം ഡെക്ക്, നല്ല ഭംഗിയിലുള്ള ഫ്ലവർ പോട്ട്സ് എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത്
ഇവിടെയാണ് കേട്ടോ, നമ്മുടെ ഐക്യയിൽ തന്നെ ഫുഡിൻ്റെ പ്ലേസ് ഉണ്ട്, ഫുഡിൻ്റെ സ്റ്റോളുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഷവർമയും മേടിച്ച് കഴിച്ചു, ജ്യൂസൊക്കെ കുടിച്ചിട്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തെ എവന്യൂസിൽ പോയായിരുന്നേ. എവന്യൂസിൽ പോകുന്നതിൻ്റെ മെയിൻ കാര്യം ഇങ്ങോട്ട് ഐക്യയിലോട്ട് വന്നപ്പോൾ തന്നെ ഇവർ ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികൾ ടോയ്സ് വേണമെന്ന്. പക്ഷേ ഐക്യയിൽ ടോയ് ഷോപ്പായിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അന്നേരം അവന്യൂസിൽ തന്നെ, എൻ്റെ അപ്പുറത്തെ അവന്യൂസിൽ തന്നെ ഞങ്ങൾ കയറിയിട്ട് അവിടെ വലിയ മാളാണ് കേട്ടോ, ഷോപ്പിംഗ് മാളാണ്, നമ്മുടെ കുവൈറ്റിൻ്റെ വലിയ ഷോപ്പിംഗ് മാളാണ്. ഗെയിം ഏരിയ ഇതൊക്കെ വരുന്ന ഒരു പ്ലേസാണ്. അവിടെ പോയിട്ട് പിന്നെ ടോയ്സൊക്കെ മേടിച്ചത് കേട്ടോ. അവിടെ പിന്നെ ഞങ്ങൾ ബാത്ത് ആൻഡ് ബോഡിയിൽ കയറി. അവിടെ നിന്ന് ഓഫർ ഉണ്ടായിരുന്നു അന്ന് 175 125 ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അന്നേരം അവിടെയും ഒന്ന് കയറിയിട്ട് പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഷോപ്പിങ്ങിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് പിറ്റേ ദിവസമല്ലേ കൊണ്ടുവരത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഫിക്സ് ചെയ്യുന്നതും ഇൻസ്റ്റാൾ ചെയ്തൊക്കെ വയ്ക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ അടുത്ത വ്ളോഗിനകത്ത് ഇടാം കേട്ടോ. അപ്പം ഈ ഷോപ്പിംഗ് വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നോളൂ. വിരലുകൾ കോർക്കാൻ മൃദുമൊഴി പക്ഷികൾ ഓർക്കുവാനോർമതൻ പീലികൾ തന്നിടാം കാതിലായി മെല്ലെയായി തേൻമൊഴിയൊന്നിനി ഒഴുകാനുള്ളിലെ തേന്നതി വിടരാനുള്ളിലെ വെൺമതി ഒഴുകാനുള്ളിലെ തേന്നതി വിടരാനുള്ളിലെ വെൺമതി വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനാ